ഈവനിങ്ങിൽ ഒരു ചായയും കുടിച്ചിട്ട് ഒരു പണിയും ഇല്ലാണ്ട് മൊബൈൽ തൊണ്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ഡോക്ടർ മനോജ് ജോൺസിൻ്റെ ഒരു അടിപൊളി വെളുക്കാനുള്ളൊരു ടിപ്പ് കണ്ട സുഹൃത്തുക്കളെ. വെളുക്കാനും അതുപോലെ തന്നെ എപ്പോഴാ മിന്നാനും ഇതാ ഞാൻ ഓടിച്ച് അടുക്കളയിൽ ചെന്ന് ജഗരി പൗഡർ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന ജഗരി പൗഡറാണ്. അത് ശർക്കര പൊടി. നമ്മുടെ ഡോക്ടർ മനോജ് ജോൺസൺ പറഞ്ഞതുപോലെ ഞാൻ അധികം ഒരു കപ്പ് പാലൊഴിച്ചു, അല്ല അരക്കപ്പ് പാലൊഴിച്ചു. അതിലേക്ക് ഞാൻ ഒരു വലിയ സ്പൂൺ ശർക്കര ചേർത്തു. ശർക്കര ഇത് പൊടിയാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് മറ്റേ പൊടിക്കാത്തതാണെങ്കിൽ അങ്ങനെ പൊടി ചേർക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് ഇങ്ങനെ കുറുകി നല്ല ഒരു കട്ടി പരുവത്തിൽ വരും. ആ ഒരു പരുവത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ എനിക്ക് പൊടി ആയതുകൊണ്ട് ഈസി ആയിട്ട് കിട്ടിയത് അതിനൊരു പാത്രത്തിലിട്ട് മാറ്റി. ഇനി ഇത് നമുക്ക് ഫേസിലും കഴുത്തിലും ഒക്കെ തേക്കാം. നന്നായിട്ട് റിസൾട്ട് കണ്ട അമേസിങ് റിസൾട്ടായിരുന്നു. നല്ല പളപള പോലെ സോഫ്റ്റായി. ഞാൻ വെറുതെ പറയുന്നില്ല കേട്ടോ. നിങ്ങൾ സീരിയസ് ആയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു 10 പൈസ മുടക്കേണ്ട കാര്യമില്ലോ. മാത്രമല്ല കിഡ്നി ഒന്നും അടിച്ചു പോകത്തുമില്ല. അതുപോലെ തന്നെ വെറും 5 മിനിറ്റ് മാത്രം നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാനാണ് ഡോക്ടർ മനോജ് നമ്മളോട് പറയുന്നത്. അപ്പോൾ 5 മിനിറ്റ് മുതൽ 5-10 മിനിറ്റ് വയ്ക്കാൻ. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അസ്വസ്ഥ പോലെ തോന്നും. കാരണം ഇങ്ങനെ തേൻ പോലെ അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നും. 5 മിനിറ്റ് വെച്ചാൽ മതി മിനിമം. അതുപോലെ തന്നെ ഇത് കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്യണം എന്നും പറയുന്നുണ്ട്. എന്നാലും നമ്മൾ നല്ല റിസൾട്ട് കിട്ടുള്ളൂ. നമ്മുടെ സ്കിന്നിലെ ചുളികളും പാടുകളും മാറി സ്കിന്ന് നല്ലപോലെ നിറം വയ്ക്കാനായിട്ടും സ്കിന്ന് നല്ല ബ്രൈറ്റൻ ആവാനായിട്ട് സോഫ്റ്റ് ആവാനായിട്ട് സഹായിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ ഇവിടുത്തെ കുഞ്ഞുമണിക്കും ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ അവർക്കാണെന്നുണ്ടെങ്കിലും സ്കിന്നിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. നക്കി തിന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഞാനിത് കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്തു. 5 മിനിറ്റ് കഴിഞ്ഞ് ഇത് വാഷ് ചെയ്തു. അടിപൊളി റിസൾട്ടാണ്. നല്ല പള മിന്നും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയാൻ പറ്റ. ബൈ.